ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികർ ബഹിരാകാശത്തേക്ക്. ഇന്ത്യ നോർവേ ഏകീകൃത സമുദ്ര ഗവേഷണ പദ്ധതിയിലൂടെ സമുദ്രമേഖലയിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ആവർത്തിച്ച് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള അവസാന സർവകക്ഷി പ്രതിനിധി സംഘവും വിദേശ പര്യടനം പൂർത്തിയാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നിലനിർത്തി കാർലോസ് അൽക്കാരസ്. 12 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ വിശദമായി. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ നടക്കും. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. ഫ്ലോറിഡയിലുള്ള നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 5:52-നാണ് യാത്ര ആരംഭിക്കുക. ഇന്ത്യയ്ക്ക് പുറമെ US, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബഹിരാകാശ യാത്രികരെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 1984-ൽ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യക്കാരനാവുകയാണ് ശുഭാംശു ശുക്ല. നാസ, ISRO, മറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ എന്നിവ തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ആക്സിയം 4 ദൌത്യം ഒരുങ്ങുന്നത്. മികച്ച സേവനം, സദ്ഭരണം, ദരിദ്രജനങ്ങളുടെ ക്ഷേമം എന്നിവയ്ക്കാണ് ഒരു പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 11 വർഷത്തെ ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല ശ്രദ്ധേയമായ വികസന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായാണ് റിപ്പോർട്ട്. സമാധാന ഉടമ്പടികൾ ഒപ്പിട്ടത് മേഖലയിൽ സമാധാനത്തിനും അക്രമങ്ങൾ കുറയുന്നതിനും കാരണമായി. അടിസ്ഥാന സൌകര്യങ്ങൾ, ഗതാഗതം, തൊഴിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടപ്പാക്കിയ വിവിധ സർക്കാർ പദ്ധതികൾ പ്രദേശത്തെ വികസനം ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നോർവേ അന്താരാഷ്ട്ര വികസന മന്ത്രിയുമായി ഇന്നലെ മൊണോക്കോയിൽ കൂടിക്കാഴ്ച നടത്തി. സമുദ്രമേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി നോർവേ അറിയിച്ചു. മൊണോക്കോ സമുദ്ര സമ്മേളനത്തെ ഇന്നലെ ശ്രീ ജിതേന്ദ്ര സിംഗ് അഭിസംബോധന ചെയ്തു. ഇന്ത്യ നോർവേ ഏകീകൃത സമുദ്ര ഗവേഷണ പദ്ധതിയിലൂടെ പുതുച്ചേരിയിലും ലക്ഷദ്വീപിലും ഉൾപ്പെടെ മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയിലുണ്ടായ മുന്നേറ്റത്തെ കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. ഫ്രാൻസ്, ബെൽജിയം എന്നിവിടങ്ങളിലേക്കുള്ള 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പുറപ്പെട്ടു. ഫ്രാൻസ് സന്ദർശനവേളയിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധി കാജ കല്ലാസുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ബെൽജിയം എന്നിവയുമായുള്ള ഇന്ത്യയുടെ സൌഹൃദവും സഹകരണവും കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ആവർത്തിച്ച് സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം US സന്ദർശനം പൂർത്തിയാക്കി. വൈസ് പ്രസിഡന്റ് JD വാൻസും ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാൻഡവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നയതന്ത്ര നേതൃത്വവുമായി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടിക്കാഴ്ച നടത്തി. മെയ് 24-ന് ന്യൂയോർക്കിൽ എത്തിയ സംഘം ഗയാന, പാനമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും സന്ദർശിച്ചു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരതയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം തുറന്നുകാട്ടുന്നതിനാണ് 33 രാഷ്ട്ര തലസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ 7 സംഘങ്ങളെ ചുമതലപ്പെടുത്തിയത്. BJP MP രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകുന്ന പാർലമെന്ററി സർവകക്ഷി സംഘം ജർമ്മനി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഡൽഹിയിലെത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് വലിയ പിന്തുണയാണ് ജർമ്മനിയിൽ നിന്ന് ലഭിച്ചത്. പ്രതിനിധി സംഘം ഫ്രാൻസ്, ഇറ്റലി, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ബ്രസൽസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചതായും പഹൽഗാം ഭീകരാക്രമണത്തെ വിദേശ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചതായും സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ശ്രീ പ്രസാദ് പറഞ്ഞു. हर जगह संसद के वरिष्ठ लोग, मंत्रीगण, थिंक टैंक, मीडिया और भारतीय कम्युनिटी से बातचीत हुई. भारत के प्रति पहलगाम के बर्बर आतंकवाद के खिलाफ बहुत गुस्सा है और सबों ने कंडेम किया. വടക്കൻ സിക്കിമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പ്രദേശത്ത് കുടുങ്ങിയവരെ വിമാനമാർഗം രക്ഷപ്പെടുത്തി. 20 സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയത്. പ്രദേശത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മണ്ണിടിച്ചിൽ വടക്കൻ സിക്കിമിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തെത്തും. രാവിലെ 8 കപ്പൽ തുറമുഖത്ത് ബർത്ത് ചെയ്യും. 399.9 മീറ്റർ നീളവും 61.03 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 24,346 TEU ശേഷിയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ ഇന്ന് നടക്കും. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-ന് വോട്ടെണ്ണും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ഫിഷറീസ് അധികൃതർ ഇരുമ്പ് ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. യന്ത്രവത്കൃത ബോട്ടുകൾ അർദ്ധരാത്രിക്ക് മുൻപ് നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പരമ്പരാഗത യാനങ്ങൾക്കും മോട്ടോറൈസ്ഡ് ബോട്ടുകൾക്കും ഈ കാലയളവിൽ ഉപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട്. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് പൂർത്തിയാക്കി. 12 രാജ്യങ്ങളിലെ പൌരന്മാർ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ഇന്ന് പ്രാബല്യത്തിൽ വരും. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനി, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവയാണ് യാത്രാവിലക്ക് ബാധിക്കുന്ന രാജ്യങ്ങൾ. ക്യൂബ, വെനസ്വേല, ലാവോസ്, ബുറുണ്ടി, സിയറ ലിയോൺ, ടോഗോ, തുർഗ്മെനിസ്ഥാൻ എന്നീ 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗികമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെന്നീസിൽ ലോക 1-ാം നമ്പർ താരം ഇറ്റലിയുടെ യാനിക് സിന്നറെ പരാജയപ്പെടുത്തി സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നിലനിർത്തി. ഇന്നലെ രാത്രി 5 സെറ്റ് നീണ്ട ആവേശകരമായ പോരാട്ടത്തിൽ 2 സെറ്റുകൾ പിന്നിൽ നിന്ന ശേഷമാണ് അൽക്കാരസ് അതിശയകരമായ തിരിച്ചുവരവ് നടത്തിയത്. ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലുകളിലൊന്നിൽ 4-6, 6-7, 6-4, 7-6, 7-6 എന്ന സ്കോറിന് 22-കാരനായ സ്പാനിഷ് താരം വിജയം സ്വന്തമാക്കി. അൽക്കാരസിന്റെ 2-ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടവും 5-ാം ഗ്രാൻഡ്സ്ലാം കിരീടവുമാണ് ഇത്. നേരത്തെ ഇറ്റാലിയൻ ജോഡിയായ സാറ എറാനിയും ജാസ്മിൻ പൌളിനിയും വനിതാ ഡബിൾസ് കിരീടം നേടി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന അയ്യങ്കാർ യോഗ ശില്പശാലയ്ക്ക് ഇന്ന് തുടക്കം. ബുധനാഴ്ച വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് പരിപാടി. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് dr.sharma@aaa.gov.in വഴി രജിസ്റ്റർ ചെയ്യാം. അറബിക്കടലിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് ദുർബലമായതിനാൽ ഇന്ന് കേരളത്തിൽ മഴ സാധാരണ നിലയിലായിരിക്കുമെന്നും നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമേരിക്കയിലെ ടെക്സസിൽ സിറ്റി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജരായ സഞ്ജയ് സിംഗാളും സുഖ് കൌറും വിജയിച്ചു. IIT ഡൽഹിയിൽ നിന്ന് ബിരുദം നേടിയ സിംഗാൾ വിരമിച്ച എനർജി എക്സിക്യൂട്ടീവാണ്. ഇന്ത്യൻ വംശജർ ഏറെയുള്ള ഷുഗർലാൻഡിന്റെ മേയറായി കരോൾ മാക്കാച്ചിയോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യയുടെ സീനിയർ പുരുഷ ടീം നാളെ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. ഹോങ്കോങ്ങിലെ കൈതാക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30-നാണ് മത്സരം. ഹോക്കിയിൽ ഇന്നലെ രാത്രി ഇന്ത്യൻ ജൂനിയർ വനിതാ ടീം ബെൽജിയത്തെ 3-2-ന് പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ യൂറോപ്യൻ പര്യടനത്തിലെ ആദ്യ മത്സരമായിരുന്നു ഇത്. ബെൽജിയത്തിനെതിരായി ഇന്ത്യയുടെ 2-ാം മത്സരം നാളെ നടക്കും. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ച നെയ്യാട്ടം പുലർച്ചെയോടെ പൂർത്തിയായി. 80ഓളം മഠങ്ങളിൽ നിന്നായി 2000-ലേറെ വരുന്ന നെയ്യമൃതകാർ കൊട്ടിയൂരിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികർ ബഹിരാകാശത്തേക്ക്. ഇന്ത്യ നോർവേ ഏകീകൃത സമുദ്ര ഗവേഷണ പദ്ധതിയിലൂടെ സമുദ്രമേഖലയിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ആവർത്തിച്ച് ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള അവസാന സർവകക്ഷി സംഘവും വിദേശ പര്യടനം പൂർത്തിയാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നിലനിർത്തി കാർലോസ് അൽക്കാരസ്. 12 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.